ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ 2 ലോങ് വീഡിയോ നമ്മുടെ ഓണം ക്ലീനിങ്ങിൻ്റെ പാർട്ട് 1ഉം 2ഉം ആണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ വീഡിയോ ആണ്. ഇതോടുകൂടി നമ്മളുടെ ക്ലീനിങ് തീർന്നു പോവുകയാണേ. അപ്പോൾ ഇന്ന് നമ്മൾ 2 ബെഡ്റൂമിൻ്റെ കഴിഞ്ഞു, കിച്ചണിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് മുകളിലത്തെ 2 റൂമും താഴെയുള്ള ഹോളും അത്രയേ ഉള്ളൂ ഇനി ക്ലീൻ ചെയ്യാൻ ബാക്കിയുള്ളത്. അപ്പോൾ ഞാനിത് രാവിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം മുകളിലേക്ക് നമ്മുടെ ഗ്ലാസ് ഇട്ട റൂമില്ലേ അതിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പം ഏട്ടൻ പോണതിന് മുന്നേ മക്കൾക്ക് പഠിക്കാനുള്ളൊരു സ്പേസൊക്കെ ഇവിടെ സെറ്റാക്കി തന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം മക്കൾ ഇപ്പോൾ എക്സാമും കാര്യങ്ങളും കഴിഞ്ഞുകൊണ്ട് പിന്നെ മുകളിലേക്ക് കയറിയിട്ടേ ഇല്ല ഞങ്ങൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് അലങ്കോല കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എക്സാം കഴിഞ്ഞതുകൊണ്ട് ബുക്കൊക്കെ അവരുടെ ടേബിളിൽ വെച്ചിട്ട് ഇനി ബാഗൊക്കെ ഒന്ന് കഴുകിയിടണം. അതായത് ഓണം കഴിഞ്ഞ് വീട്ടിൽ പോയി വരട്ടെ, എന്നിട്ട് നമുക്ക് ചെയ്യാം. അങ്ങനെ അവരുടെ സ്റ്റഡി ടേബിളും കാര്യങ്ങളും ക്ലീൻ ആക്കുകയാണ്. അമ്പാടിൻ്റെയും സച്ചൂട്ടൻ്റെയും കൂടിയാണ് കേട്ടോ. സ്പൈഡർമാൻ അമ്പാടിൻ്റെതും മറ്റേത് സച്ചൂട്ടൻ്റെതുമാണ് കേട്ടോ. അപ്പോൾ മുകളിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പോകുമ്പോൾ നമ്മളുടെ താഴെ വല്ലാതെ പരന്ന് കിടക്കുകയൊന്നും ചെയ്യില്ല. പിന്നെ ഇവിടെ വൃത്തികേടായാലും ഞാൻ വന്ന് ഈ റൂമും സെറ്റാക്കിയാൽ മാത്രം മതി. അപ്പോൾ വേഗം അവരുടെ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് വേഗം ഇതാക്കണം ഞാൻ അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അവർ നന്നായിട്ട് പേപ്പറൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഈ ഒരു ഡ്രോയർ ഞാൻ മീഷോന്ന് വാങ്ങിച്ചത് തന്നെ കേട്ടോ. അത് അമ്പാടി ചെറിയ കുട്ടിയായ സമയത്ത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. തറവാട്ടിലാണ് സമയത്ത് ഡ്രസ്സൊക്കെ ഇടാനുള്ള സ്പേസിൽ കുറവായപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇപ്പോൾ അത് ഒരു കാര്യമായി. അവരുടെ ബുക്കും കാര്യങ്ങളും പിന്നെ ക്രയോണ്, മാർക്കർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ആ ബോക്സിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ഇട്ട റൂം വേഗം അടിച്ച് വാരി എടുക്കുന്നുണ്ട്. പിന്നെ ഹോളും തന്നെ മാറാലും കാര്യങ്ങളൊന്നും ഇല്ലാത്തതോ വലിയ കാര്യമായി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂല് വെച്ചിട്ട് മുക്കും മൂലക്കൊന്ന് എത്തിച്ച് അടിച്ച് വാരുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലാണ് അച്ഛനും അമ്മയും കൂടെ കിടക്കാറ്. അപ്പോൾ ഇവിടുത്തെ ബെഡ് നമ്മുടെ ഗ്ലാസ് ഇട്ട റൂമിൻ്റെ ബെഡിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ റൂമിലിപ്പോൾ 2 ബെഡാണ്. കാരണം അച്ഛന് നടുവേദന ഉള്ളതുകൊണ്ട് കട്ടിലിൽ മാത്രമാണ് കേട്ടോ പായ വിരിച്ച് കിടക്കാറുള്ളത്. അപ്പോൾ ബെഡിൽ കിടക്കാത്തത് കൊണ്ട് നമ്മളെ ഹോളും ഡൈനിങ്ങും മാത്രമേ ഇനി ക്ലീൻ ചെയ്യാനുള്ളൂ. റൂം കഴിഞ്ഞു. നമ്മുടെ കിച്ചണിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫാൻ തുടയ്ക്കാൻ എനിക്ക് എത്തില്ല കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ പോകുന്നതിന് മുന്നൊരു തവണ എന്നൊരു ദിവസം നല്ല പൊടി കണ്ടപ്പോൾ തുടച്ച് തന്നുകൊണ്ട് ഇപ്പോൾ വലിയ പൊടിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ മാറാലൊക്കെ ഒന്ന് ജസ്റ്റ് തട്ടിയിട്ട് അപ്പോൾ സീലിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ചെറുതായിട്ട് മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഡൈനിങ്ങിൻ്റെ അവിടെയും കൂടെ മാറാലൊക്കെ തട്ടിയിട്ട് വേഗം തുടച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ കർട്ടണിലെ പൊടികളും കാര്യങ്ങളും വേഗതാക്കിയിട്ട് നമ്മൾ ജനലൊക്കെ തുറന്നിടുകയാണ്. അപ്പോൾ അങ്ങനെ ഇന്നത്തോടു കൂടി നമ്മുടെ ഓണം ക്ലീനിങ് കഴിഞ്ഞു. നാളെ നമുക്ക് പച്ചക്കറിയും കാര്യങ്ങളും വാങ്ങാൻ പോകണം. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഏട്ടൻ നാട്ടിലില്ലാത്തത് തന്നെയാണ് കേട്ടോ. ഓണത്തിന് 10 ദിവസമെങ്കിലും ലീവ് കിട്ടുകയാണെങ്കിൽ വരും എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ആ ഒരു വരും എന്ന പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇത്ര ദിവസം നന്നായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞു വരാൻ കഴിയില്ല, അവിടെ ആളില്ല, ആൾ കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലീവ് കിട്ടില്ല. അപ്പോൾ പിന്നെ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ. ലീവ് കിട്ടാൻ ചാൻസ് ഇല്ല നമുക്കറിയാം. എങ്കിലും ഒരു 10 ദിവസമെങ്കിലും കിട്ടുകയാണെങ്കിൽ ഓണത്തിന് വേണ്ടി വരും എന്ന് പറഞ്ഞ് പോയതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയിൽ നിൽക്കുന്നു. അപ്പോൾ അതും ഇല്ലാതെ അതുകൊണ്ട് നമുക്ക് പിന്നെ മക്കളുള്ളത് കൊണ്ടും 2 വീടായതുകൊണ്ട് നമുക്ക് ഓണം നടത്തണമല്ലോ. അതുകൊണ്ട് നമ്മൾ ഓണം നടത്തുകയാണ്. അല്ലെങ്കിൽ ഏട്ടനില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ മൂടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ഓണത്തിനും വിഷുവിനും ആൾ കൂടെ ഉണ്ടാവുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് മൈൻഡേ അങ്ങനെ ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ ജോലികളൊക്കെ തീർക്കട്ടെ. പിന്നെ ഇതാക്കൊണ്ട് സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടോ. അപ്പോൾ സോഫയൊക്കെ നീക്കിയിട്ട് നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. പെൻസില്, പേന അതിൻ്റെ അടിയിലില്ലാത്ത ആരുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിട്ട് അവിടെ വേഗം തുടച്ചിട്ടാണ് പിന്നെ സോഫ നീക്കിയിടുന്നത്. അപ്പോൾ നല്ലതായിട്ട് പൊടി ഉണ്ടായിരുന്നു. പിന്നെ മക്കൾ ചില സമയത്തൊക്കെ ഫുഡ് സോഫയിലിരുന്ന് കഴിക്കുന്നതുകൊണ്ടൊക്കെ നല്ല അലങ്കോലമായി കിടക്കുമായിരുന്നു. അപ്പം നമ്മുടെ സോഫ ക്ലീനർ വാങ്ങിയിട്ടുണ്ട്. അത് വെച്ചിട്ട് കിച്ചു തുടച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം സോഫയൊക്കെ ഒന്ന് നീക്കിയിട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ അടിച്ച് വാരിയിട്ട്
ഹാളിലേക്ക് നമ്മുടെ ഡൈനിങ് ഹാളിലേക്ക് മാറ്റിയിട്ടു. പിന്നെ വേഗം സോഫയ്ക്ക് കവറൊക്കെ വിരിച്ചിടണം. അപ്പോൾ ഈ കവർ ഞാൻ മീഷോയിൽ വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ തെന്നി തെന്നി പോരും. ശരിക്കും ഫുൾ കവർ ചെയ്യണ എന്താ പറയുക അങ്ങനത്തെ വിരി ഉണ്ടാവില്ലേ, അതിനി വാങ്ങിക്കണം. അപ്പം ഞാൻ വേഗം സോഫയൊക്കെ വിരിച്ചിട്ട് കുഷ്യൻ്റെ കവറും മാറ്റിയിട്ട് അതും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ 3 പേരും മുറ്റത്തേക്ക് ഇറക്കി അവരിനി മുറ്റത്ത് നിന്ന് കളിക്കട്ടെ. അപ്പോൾ അവരിതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് കളിച്ചാൽ എനിക്ക് എൻ്റെ ജോലികളും കാര്യങ്ങളും നടക്കില്ല. അപ്പോൾ അവർ 3 പേരും ഇപ്പോൾ മുറ്റത്ത് കളിക്കണം. അപ്പോൾ അമ്പാടി അതിൻ്റെ ഇടയിൽ നമ്മുടെ മാഷൻ ബിയർ ടി വിയിലുണ്ട്, അത് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് പാഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ടി വി ഓഫ് ചെയ്യാൻ ചെക്ക സമ്മതിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കുഷ്യൻ്റെ കവറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ വേഗം നമ്മുടെ ടി വി യൂണിറ്റ് ഉണ്ടല്ലോ, ടി വി യൂണിറ്റും കാര്യങ്ങളും തുടച്ചെടുക്കണം. ഇനി നമുക്ക് പൂജ സ്പേസ് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് കുളി കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പൊടി തട്ടിയിട്ട് ജസ്റ്റ് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാര്യമായിട്ട് വലിയ പൊടികളില്ല, അതിന് വലിയ കാര്യം എന്താ, നന്നായിട്ട് പൊടിയുള്ളത് ഒന്ന് കിച്ചണിലും റൂമുകളിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യമേ തീർന്നതുകൊണ്ട് ലാസ്റ്റിക്ക് വലിയ ഭാരം ആയിട്ട് തോന്നണില്ല. പിന്നെ നമ്മുടെ വീട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ കൂടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ ക്ലീൻ ചെയ്യാൻ. മക്കൾ കിച്ചു മാക്സിമം സഹായിച്ചു തരും കേട്ടോ. എന്ത് കാര്യമാണെങ്കിലും അവൻ ചെയ്തു തരും. സച്ചൂട്ടനും അമ്പാണിയും പിന്നെ ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ എങ്കിലും അവരെല്ലാത്തിനും കൂടെ ഉണ്ടാവും. കിച്ചു പിന്നെ ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ കൂടെ അവൻ നിൽക്കും. അവന് ഇനി ഫോൺ കളിക്കുകയാണെങ്കിലും പന്ത് കളിക്കാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ അവൻ വന്നിട്ട് ഹെൽപ്പ് ചെയ്യും. അതെനിക്ക് ഭയങ്കര ഒരു മനസ്സിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഞാനിത് ചെയ്ത് കൊണ്ടാന്ന് അവനോട് പറയുന്നതിന് മുന്നേ തന്നെ ആൾ വരും. ഇപ്പോൾ കളിക്കാൻ പോകുന്നതിന് മുന്നേ ടേബിൾ, അതായത് ഇവിടുത്തെ പോയി ഞങ്ങൾ അങ്ങോട്ട് ഡൈനിങ്ങിക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ സോഫയ്ക്ക് കവറിട്ട സമയത്ത് തന്നെ അവൻ പറഞ്ഞു ടേബിൾ ഇടാൻ സമയമാകുമ്പോൾ അമ്മ വിളിക്കട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. പക്ഷെ ഞാൻ വിളിക്കുന്നതിന് മുന്നേ തന്നെ ആൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേഗം ടേബിൾ ഇട്ടിട്ടാണ് തുടച്ചെടുത്തത്. പിന്നെ നമ്മളുടെ എന്താ പറയുക ദിവാങ്കോട്ട് അതും കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഹോളത്തെ പൊടികളും കാര്യങ്ങളായി. അപ്പോൾ ഇതിനോടുകൂടി ഒപ്പം തന്നെ അടിച്ചും മാറി പോകുന്നുണ്ട്, പൊടിയും തട്ടുന്നുണ്ട്, ദിവാങ്കോട്ട് വിരിച്ചു വിടുന്നുണ്ട്. ഭയങ്കര 4 കൈ വെച്ച് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ ഇപ്പോൾ നടക്കണം. കാരണം ലാസ്റ്റിക്ക് എത്തി പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മക്കളുടെ മുടി വെട്ടാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് വേഗം ജോലികൾ തീർക്കണം. ഉച്ചയാകുമ്പോഴത്തേക്ക് ഊണ് കഴിക്കാനാകുമ്പോഴത്തേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്നാൽ ഇനി മക്കളെയും കുളിപ്പിക്കുക, ഞാനും കുളിച്ച് ഫുഡ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കുക, പിന്നെ മുടിയിട്ടാൻ വേണ്ടി പോവുക. അങ്ങനെ ഫുൾ പ്ലാനോട് കൂടിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പ്ലാനിങ് ഇല്ലാതെ നടക്കില്ലല്ലോ അല്ലേ. അങ്ങനെ നമ്മളുടെ മക്കളുടെ ട്രോഫിയും കാര്യങ്ങളും അതൊക്കെ എന്താ പറയുക ഒന്ന് പൊടി തട്ടി തുടച്ചെടുത്തു. നമ്മളുടെ വാഷ് ബേസിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കേട്ടോ. അപ്പോൾ ഇനി ക്ലീൻ ആക്കാൻ ഈ വീടിൻ്റെ ഒരു മുക്കും മൂലയില്ല, മൊത്തം കഴിഞ്ഞു. ഇനി സിറ്റ് ഔട്ട് പിന്നെ ഡെയിലി തുടയ്ക്കുന്നതുകൊണ്ട് അവിടെ ഒരു വൃത്തികേടും ഇല്ല. പിന്നെ കസേരയും വേഗം തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ കിച്ചുതിൻ്റെ ഇടയിൽ വന്നിട്ട് 2 ചെയർ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവരെ മുറ്റത്തേക്ക് ആക്കി. കാരണം ഇതിൻ്റെ ഇടയിൽ അവർ തുടയ്ക്കാൻ നിന്നാൽ പിന്നെ സച്ചൂട്ടനും അമ്പാടിയൊക്കെ തുടയ്ക്കാൻ വേണ്ടി വരും, പിന്നെ ഇവിടെ മൊത്തത്തിൽ വെള്ളം കളയും. അതുകൊണ്ട് ഞാൻ തന്നെ ചെയർ തുടച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞാനത് തുടച്ചെടുത്തു. പിന്നെ ഇനി മൊത്തം അടിച്ച് വാരിയിട്ട് അത് എന്താ പറയുക വാരിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി എന്താ പറയുക താഴെ ഭാഗം കൂടി തുടച്ചെടുത്താൽ നമ്മളുടെ ക്ലീനിങ് മൊത്തം തീർന്നു. ഇപ്പോൾ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ലാസ്റ്റ് ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. ഇനി അടുക്കളേൻ്റെ അവിടെ കുറച്ച് എന്താ പറയുക ചപ്പും ചവറും വാരിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ നാളെ രാവിലെ ചെയ്യാം കേട്ടോ.